പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം വരെ ഞങ്ങളെ പരിപാലിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞ് മാലാഖമാരാൽ ഞങ്ങളെ സംരക്ഷണം നൽകി ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ തന്ന് ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിച്ച കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു പിതാവേ. കർത്താവായ യേശുവേ, ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നപ്പ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കോട്ട കെട്ടി സംരക്ഷണം നൽകണമേ. കർത്താവായ യേശുവേ, ഇന്ന് കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു തിരുവചനം മത്തായി സുവിശേഷകൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഈ വാക്കുകൾ നമുക്കെല്ലാവർക്കും ധ്യാനിച്ച് ഈശോയ്ക്ക് നന്ദി പറയണം. കാറ്റിനെയും കടലിലും പോലും ഈശോയെ അനുസരിക്കുന്നതാണ്. ആ ഈശോനാഥനോട് നമുക്ക് ശാന്തമായി ഉറങ്ങുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെ എല്ലാ വിപത്തിൽ നിന്നും കാത്തുകൊള്ളണമേ. എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, സകല വിഷജന്തുക്കളിൽ നിന്നും, ചെറുപ്രാണികളിൽ നിന്ന് പോലും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ. കള്ളന്മാരുടെയും അക്രമികളുടെയും പിടികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ ആഗ്രഹത്തിനെതിരായി ഞാൻ ചെയ്തു പോയ ഒരു കൊച്ചു പാവം പോലും എൻ്റെ കണ്ണുനീരാൽ ഈ സമയം കഴുകുന്നു. നാളെ എന്നൊരു ദിവസം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യാനും പ്രാർത്ഥിക്കാനുമുള്ള കൃപകൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. എന്നെ കാക്കുന്ന കാവൽ മാലാഖയും കന്യകാമാതാവും രാത്രി മുഴുവൻ കാത്തുകൊള്ളണമേ. ആമേൻ.